ഹായ്, എൻട്രി എലിവേറ്റ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിജി, ഡാറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കോഴ്സിന്റെ ടീം ലീഡാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ്. എന്താണ് AI എന്ന് പറയുന്നത്? AI എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ നമ്മൾ തിങ്ക് ചെയ്യാനും ലേൺ ചെയ്യാനും പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് AI. AI ഇസ് എ ഡൊമൈൻ. അപ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് AI വർക്ക് ചെയ്യുക? നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിച്ചത്? കുഞ്ഞിലെ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും ആണ് നമ്മൾ പഠിച്ചത്. ചെറിയ കുട്ടിയോട് നമ്മൾ ഓരോ ദിവസവും ആ കാണുന്ന ഡോഗ് അത് ഡോഗാണ്, നെക്സ്റ്റ് ഡേയും ഇത് സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുക, അത് ഡോഗാണ് എന്ന് നമ്മൾ ഒരുപാട് തവണ ഇതേ സെയിം കാര്യം ആ കുട്ടിയോട് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പം ആ കുട്ടിയുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ആവുക. ഇങ്ങനെ ഫീച്ചേഴ്സ്, അതായത് 4 കാലുണ്ട്, വാലുണ്ട്, ഇതിന്റെ കളേഴ്സ് ഇങ്ങനെയൊക്കെ വരുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പിന്നീട് ഒരു നാൾ നമ്മൾ ആ കുട്ടിയോട് ഇത് എന്താ ചോദിക്കുമ്പം ആ കുട്ടി റെസ്പോണ്ട് ചെയ്യും, എന്താ, അത് ഡോഗാണെന്ന്, അല്ലെ? അതേപോലെ നമ്മൾ മെഷീനെയും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയായിരിക്കും നമ്മൾ പഠിപ്പിക്കുക? യൂസിങ് ദ ഡേറ്റ. സോ ഡേറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് മെഷീനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ AI വി കളക്ട് ദ ഡേറ്റ ഫ്രം റിയൽ വേൾഡ്. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഡേറ്റ കളക്ട് ചെയ്യാൻ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഇപ്പം അറിയാം എല്ലാവർക്കും, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സോഴ്സിലൂടെ ഡേറ്റ കളക്ട് ചെയ്ത് നമ്മൾ ആ കളക്ട് ചെയ്ത ഡേറ്റയെ പ്രീ പ്രോസസ് ചെയ്ത് ന്യൂമറിക്കൽ ഫോംസിലോട്ട്, എല്ലാ ഡേറ്റയും ന്യൂമറിക്കൽ ഫോംസിലോട്ട് ആക്കിയ ശേഷം നമ്മൾ അൽഗോറിതംസ് യൂസ് ചെയ്യുന്നു. അൽഗോറിതംസ് വെച്ചാൽ ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ അൽഗോറിതം വർക്ക് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഒരുപാട് അൽഗോറിതംസ് അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും അൽഗോറിതംസ് യൂസ് ചെയ്ത് നമ്മൾ ആ ഡേറ്റ ആ അൽഗോറിതത്തിൽ സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കുന്നു. അതിനുശേഷം ആ ഒരു മോഡൽ അല്ലെങ്കിൽ ആ ഒരു അൽഗോറിതം അതിന് സ്യൂട്ടബിൾ ആണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മോഡലിലോട്ട് പുതിയൊരു അൺസീൻ ഡേറ്റ, അതായത് നമ്മൾ കൊടുത്ത ഡേറ്റ പ്രീവിയസ്ലി ഒക്കോറായ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ആയിരിക്കും. ഓക്കെ, അത് വെച്ചിട്ട് മെഷീൻ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ മെഷീൻ പഠിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് പുതിയൊരു മെഷീൻ പഠിക്കാനെടുത്ത ഡേറ്റ അല്ലാതെ പുതിയൊരു ഡേറ്റ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെയാണ് AI സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഓഫ് AI എല്ലാവർക്കും അറിയാം. ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ ഇപ്പം AI അവൈലബിൾ ആണ്. വോയിസ് അസിസ്റ്റന്റ് ആയിട്ടും അതുപോലെ തന്നെ ചാറ്റ് ബോർഡ്സുകളായിട്ട് ഓൾറെഡി അവൈലബിൾ ആണ് മാർക്കറ്റ്സിൽ. സോ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്, ഇപ്പോൾ സിറി, മെലക്സ ഒക്കെ പോലുള്ള വോയിസ് അസിസ്റ്റൻസ്. പിന്നെ സ്മാർട്ട് റെക്കമെൻഡേഷൻസ്, അത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ലൈക്ക് ആമസോണും ഫ്ലിപ്കാർട്ടും നെറ്റ്ഫ്ലിക്സും ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസിൽ റെക്കമെൻഡേഷൻസ് വരാറുണ്ട്. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആമസോണിൽ കയറി കഴിയുമ്പോൾ റെക്കമെൻഡഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ കാണാം. അതുപോലെ നെറ്റ്ഫ്ലിക്സിൽ കയറുമ്പോൾ റെക്കമെൻഡഡ് മൂവീസ് എന്ന് പറഞ്ഞാൽ കാണാം. ഈ റെക്കമെൻഡേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ യുവർ പ്രീവിയസ് ഡേറ്റ. അതായത് ആമസോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഓർഡർ ചെയ്ത പ്രോഡക്ട്സിനെ റിലേറ്റഡ് നിങ്ങളുടെ ഓർഡർ ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ റെക്കമെൻഡേഷൻ വരുന്നുണ്ടാവുക. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും ആ റെക്കമെൻഡേഷനിൽ കാണുക. അതുപോലെ തന്നെയാണ് നെറ്റ്ഫ്ലിക്സിലും. നിങ്ങൾ നേരത്തെ വാച്ച് ചെയ്ത മൂവീസ് ബേസ്ഡ് ഓൺ ഇനി ഒരു ഡയറക്ടറുടെ ആവാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ആക്ടറിൻ്റെ ആവാം. സോ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ തന്നെ മൂവീസ് ആയിരിക്കും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സിൽ വരുന്നുണ്ടാവുക. അതാണ് ഈ സ്മാർട്ട് റെക്കമെൻഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ്. AI ഹെൽപ്സ് ക്രിയേറ്റ് പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ഓൺ വെബ്സൈറ്റ് ആൻഡ് ആപ്സ്. അതായത് നമ്മൾ ചില സമയത്ത് ഗൂഗിളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെക്കമെൻഡേഷൻ പോലെ ആഡ്സ് കാണാം സൈഡിൽ. അത് നമ്മൾ മുന്നേ സെർച്ച് ചെയ്ത, ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് റിലേറ്റഡോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ്സ് റിലേറ്റഡ് നമ്മൾ മുന്നേ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ആഡ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് AI എന്ന് പറയുന്നത്. ഇനി എന്താണ് ML, മെഷീൻ ലേണിംഗ്? ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് AIയുടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സബ്സെറ്റ് ആണ്. AI ഒരു ഡൊമൈനാണ്, വലിയൊരു ഡൊമൈനാണ്. അതിന് കീഴെ ഒരുപാട് സബ് ഡൊമൈൻസ് വരുന്നുണ്ട്. മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, അങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ, സോ അതിലൊരെണ്ണമാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. എന്താണ് മെഷീൻ ലേണിംഗ്? മെഷീൻ ലേണിംഗ് ആ ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു മെഷീനെ നമ്മൾ പഠിപ്പിക്കുക. അതാണ് ഈ മെഷീൻ ലേണിംഗ് കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് AI that allows computers to learn from data without being explicitly programmed. അതായത് നമ്മൾ ഇരുന്ന് പ്രോഗ്രാം ചെയ്ത് ഇന്നതേ ചെയ്യാവുള്ളൂ എന്ന് പറയാതെ ഡേറ്റ കൊടുത്തിട്ട് ആ ഡേറ്റയിൽ നിന്നും സ്വന്തമായി പഠിച്ചെടുക്കാനാണ് നമ്മൾ മെഷീൻ ലേണിംഗ് കൊണ്ട് ചെയ്യുന്നത്. സോ ഇവിടെ എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് പ്രോബ്ലം എന്താണോ, അതായത് നമ്മുടെ പർപ്പസ് എന്താണോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഒരുപാട് ഇമേജസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ ആ ഓരോ ഇമേജസിനെയും ഐഡന്റിഫൈ ചെയ്യണം. ലൈക്ക് കുറേ അനിമൽസിന്റെ ഇമേജസ് നമ്മുടെ കയ്യിലുണ്ട്, ഡോഗ്സും കാറ്റ്സും, അങ്ങനെ കുറേ അനിമൽസിന്റെ ഇമേജസ് ഉണ്ട്. സോ ഈ ഓരോ ഇമേജസിനും ഡോഗ്സിന്റെ ഇമേജ് കാണിക്കുമ്പോൾ ഡോഗ് ആണെന്നും കാറ്റിന്റെ ഇമേജ് കാണിക്കുമ്പോൾ കാറ്റ് ആണെന്നും അത് ഐഡന്റിഫൈ ചെയ്ത് തരണം. ഓക്കെ, സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ നമ്മൾ കളക്ട് ചെയ്ത ശേഷം അത് ഒരു അൽഗോരിതത്തിൽ കൊടുക്കുന്നു. മെഷീൻ ലേണിംഗ് അൽഗോരിതം പറഞ്ഞാൽ ഒരുപാട് അൽഗോരിതംസ് ഉണ്ട്. ആ ഏതെങ്കിലും ഒരു അൽഗോരിതം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അൽഗോരിതത്തിൽ നമ്മൾ ആ ഡേറ്റ ഇട്ട് കൊടുത്ത ശേഷം ഏത് അൽഗോരിതമാണ് സ്യൂട്ടബിളി വർക്ക് ആവണേന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അൽഗോരിതം, ആ ഡേറ്റയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അൽഗോരിതം കിട്ടിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു മോഡലാണ്. മോഡൽ ഈസ് നത്തിങ് ബട്ട് എ സിസ്റ്റം. ആ സിസ്റ്റം നമുക്ക് പുതിയൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്ത് തരുന്നതാണ്. അതായത് പുതിയൊരു ഇമേജ് കൊടുക്കുമ്പോൾ ആ ഇമേജ് ഡോഗ് ആണോ കേറ്റ് ആണോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും ആ ഒരു സിസ്റ്റം ഉണ്ടാവുക. ദെൻ ആ സിസ്റ്റം അല്ലെങ്കിൽ ആ മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ആപ്പ് ഡെവലപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അതിനെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലേ? ആ ടെസ്റ്റിംഗ് പ്രോസസ്സാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അൽഗോരിതത്തിനെ ടെസ്റ്റ് ചെയ്യണം. അൽഗോരിതം എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു ഡേറ്റയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യലാണ് മോഡൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം മാത്രമാണ് മോഡൽ ഡിപ്ലോയ്മെന്റ്. ഇവാലുവേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ, അതായത് മോഡൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മളതിനെ ഡെവലപ്പ് ചെയ്തെടുക്കലാണ് മോഡൽ ഡിപ്ലോയ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് കുറേ ഏരിയാസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇമേജ് റെക്കഗ്നിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോഗിന്റെ ഇമേജസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഡോഗ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യണം. ദെൻ ഗെയിം പ്ലേ. ഇപ്പം കമ്പ്യൂട്ടർ നമ്മൾ പലപ്പോഴും ഓരോ ഗെയിംസ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് മേ ബി AI റോബോട്ട്സ് ആയിരിക്കും. സോ അതാണ് ഈ ഗെയിം പ്ലേയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെഡിക്കൽ ഡയഗ്നോസിസ്, അതായത് മെഡിക്കൽ റിപ്പോർട്ട് അനലൈസ് ചെയ്ത ശേഷം ആ ഒരു പേഷ്യന്റിന് എന്ത് ആണ് അസുഖം എന്ന് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ഉള്ളൊരു മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി AI ആണെങ്കിലും ML ആണെങ്കിലും എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിയൽ വേൾഡിൽ എവിടെയൊക്കെയാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്, അത് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എക്കണോമിയിലും യൂസ് ചെയ്യുന്നുണ്ട്.